പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ തുണയുള്ള മാതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. ജോലി സ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്ന് അസൂയ നേരിടുന്നവർ, മേലുദ്യോഗസ്ഥരുടെ അനാവശ്യമായ കുറ്റപ്പെടുത്തലുകൾ കാരണം മാനസികമായി തളരുന്നവർ, എത്ര അധ്വാനിച്ചിട്ടും അംഗീകാരം ലഭിക്കാത്തവർ, ഇവർക്കായി ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു. നമ്മുടെ ഉപജീവന മാർഗം സമാധാനമുള്ളതാകാൻ അമ്മ സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ കുടുംബത്തെ പുലർത്താൻ അധ്വാനിച്ച വിശുദ്ധ യൗസേപ്പിതാവിനെ സഹായിച്ച പരിശുദ്ധ അമ്മയെ നമുക്ക് ധ്യാനിക്കാം. ജോലി സ്ഥലത്തെ ചതിക്കുഴികളും അശുദ്ധികളും അമ്മ അറിയുന്നു. മനുഷ്യരെ പ്രീണിപ്പിക്കാനല്ല, ദൈവത്തെ പ്രീണിപ്പിക്കാനാണ് നാം അധ്വാനിക്കേണ്ടത് എന്ന വചനം നമുക്ക് ശക്തി നൽകട്ടെ. നമ്മെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ ഹൃദയം മാറ്റാൻ അമ്മയുടെ മാധ്യസ്ഥം വഴി സാധിക്കും. കൃപാസനം രാജ്ഞി, ഞങ്ങളുടെ ജോലി സ്ഥലത്തെ അന്തരീക്ഷത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്കെതിരെ രഹസ്യമായി കരുനീക്കുന്നവരുടെ തന്ത്രങ്ങളെ അമ്മ പരാജയപ്പെടുത്തണമേ. അസൂയയും വിദ്വേഷവും മൂലം ഞങ്ങളുടെ പേര് ചീത്തയാക്കാൻ ശ്രമിക്കുന്നവരുടെ നാവുകളെ നിയന്ത്രിക്കണമേ. മറ്റുള്ളവരുടെ മുൻപിൽ ഞങ്ങളെ താഴ്ത്തിക്കെട്ടുന്ന സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമേ. ഞങ്ങളുടെ വളർച്ചയിൽ അസ്വസ്ഥരാകുന്നവർക്ക് സന്മനസ് നൽകണമേ. ശത്രുക്കളുടെ പക്കൽ നിന്ന് സ്വർഗീയ സംരക്ഷണം നൽകണമേ. അമ്മേ, മേലു ഉദ്യോഗസ്ഥർക്ക് ഞങ്ങളോട് പ്രീതി തോന്നാൻ ഇടയാകണമേ. അകാരണമായ ദേഷ്യവും പീഡനങ്ങളും അവസാനിപ്പിക്കാൻ അവരുടെ ഹൃദയം മാറ്റണമേ. കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരവും പ്രമോഷനും കൃത്യസമയത്ത് ലഭിക്കുവാൻ സഹായിക്കണമേ. സഹപ്രവർത്തകർക്കിടയിൽ ഐക്യവും സ്നേഹവും ഉണ്ടാകട്ടെ. ജോലി സ്ഥലത്തെ നെഗറ്റീവ് ഊർജം നീക്കി സന്തോഷകരമായ ഒരു അന്തരീക്ഷം നൽകണമേ. അന്യായമായി പിരിച്ചുവിടൽ ഭീഷണി നേരിടുന്നവർക്ക് അമ്മ കാവലാകണമേ. അമ്മേ, ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റാനുള്ള ജ്ഞാനവും കഴിവും നൽകണമേ. വലിയ തിരക്കുകൾക്കിടയിലും മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കണമേ. ജോലിയും കുടുംബജീവിതവും ഒരുപോലെ കൊണ്ടുപോകാൻ കൃപ നൽകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അമ്മയുടെ പ്രത്യേക അനുഗ്രഹവും ദൈവത്തിൻ്റെ പരിപാലനയും നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.